കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ മലക്കം മറിഞ്ഞ സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ. സ്റ്റേഡിയത്തിൽ അവകാശവാദം ഉന്നയിച്ച സ്പോൺസർ വിവാദങ്ങൾക്ക് പിന്നാലെ പിൻവലിഞ്ഞു. അർജന്റീന മത്സരം നടന്നാലും ഇല്ലെങ്കിലും സ്റ്റേഡിയം നവീകരിച്ച ശേഷം തിരിച്ചു നൽകുമെന്നും ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കി. കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ ദുരൂഹതയെന്ന് ആവർത്തിച്ച് ഹൈബി ഈഡൻ MP രംഗത്തെത്തി. കലൂർ രാജ്യാന്തര സ്റ്റേഡിയം നവീകരണത്തിനുള്ള സ്പോൺസർ ആന്റോ അഗസ്റ്റിന്റെ താൽപര്യങ്ങൾ ദുരൂഹമായി തുടരുമ്പോഴാണ് മലക്കം മറിച്ചിൽ. അർജന്റീന മത്സരത്തിന് ശേഷവും സ്റ്റേഡിയത്തിലുള്ള സ്പോൺസറുടെ അവകാശവാദം GCD ചെയർമാൻ K ചന്ദ്രൻപിള്ളയും സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ അത് അനുവദിക്കാനാകില്ലെന്ന് GCD അറിയിച്ചു. അർജന്റീനയുടെ മത്സരം നടന്നാലും ഇല്ലെങ്കിലും സ്റ്റേഡിയം നവീകരിച്ച് വിട്ടുനൽകുമെന്നാണ് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ ഇപ്പോൾ പറയുന്നത്. സ്പോർട്സ് ഫെഡറേഷൻ കേരളയുമായാണ് കരാർ. നവംബർ 30 വരെയാണ് നവീകരണ കരാർ. ഇതിനകം നവീകരണം പൂർത്തീകരിച്ചു നൽകും. അതിനുശേഷം ഒരു ദിവസം പോലും തനിക്ക് സ്റ്റേഡിയം വേണ്ടെന്നും സ്പോൺസർ പറഞ്ഞു. ഇതിവിടെ ഇങ്ങനെ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. അല്ല, തങ്ങൾ ലെറ്റർ തരണം എനിക്ക്. ഏതോ നിങ്ങൾ ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർക്ക് ഇനി ഇവിടെ കൊണ്ട് നിർത്തിക്കോളൂ. അതാരാണ്? ഇപ്പോൾ MP എഴുതി തന്നാൽ മതി, എനിക്ക് എഴുതി തന്നോളൂ, അല്ലെങ്കിൽ MLA എഴുതി തന്നോളൂ. ഈ വർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇതിവിടെ നിർത്തിക്കോളൂ, ഇനി ഞങ്ങൾ പണിതോളാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തും. മനസ്സിലായോ? നവീകരണ പ്രവർത്തനങ്ങളിലെ ദുരൂഹതകൾ നീങ്ങുന്നില്ലെന്ന് ഹൈബി ഈഡൻ MP ആരോപിച്ചു. കരാർ സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയണം. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണെന്നും ഹൈബി ഈഡൻ MP ചോദിച്ചു. സ്പോൺസർഷിപ്പ് ഇതിൽ നിന്ന് നേടാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ 70 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എനിക്കിതിൽ നിന്ന് സ്പോൺസർഷിപ്പ് വരുമാനം കൊണ്ട് എനിക്ക് പണം സ്വീകരിക്കാൻ പറ്റും. അത് GCDക്കാണോ ലഭിക്കുന്നത്, ഗവൺമെൻറ്റിനാണോ ലഭിക്കുന്നത്, സ്പോൺസർക്കാണോ ലഭിക്കുന്നത്? അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ. സീറ്റുകളുടെ എണ്ണം കുറയും എന്ന് പറയുന്നു, സീറ്റുകളുടെ എണ്ണം കൂടും എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി. ക്രമീകരണങ്ങളിൽ സുതാര്യത വേണമെന്നും തനിക്ക് അപകടമുണ്ടായപ്പോൾ ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നില്ലെന്നും ഉമാ തോമസ് MLAയും ഇത്തരം വിഷയങ്ങളിൽ GCDA ജനറൽ കൗൺസിലിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് TJ വിനോദ് MLAയും കുറ്റപ്പെടുത്തി. പക്ഷേ ഇന്ന് വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം GCDയുടെ നിയന്ത്രണത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു പുല്ല് മുളക്കണമെങ്കിൽ പോലും GCD അറിഞ്ഞേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നടപടിയാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ GCDക്ക് ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ എൻ്റെ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ ചോദിക്കുന്നവരാരും ഇതിൽ റെസ്പോൺസിബിൾ അല്ല എന്നുള്ളതുകൊണ്ട് GCDയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞായറാഴ്ച ഞങ്ങൾ എൻജിനീയേഴ്സിനെ അസൈൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്കാർക്കും ഡ്യൂട്ടി കൊടുക്കുന്നില്ല എന്ന്. ഒരു കരാറുമില്ലാതെ ആന്റോ അഗസ്റ്റിന് നവീകരണ ചുമതല കൈമാറിയതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നവംബറിൽ രാജ്യാന്തര സൗഹൃദ മത്സരം കളിക്കാൻ ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും എത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ നവംബറിൽ മെസ്സി എത്തില്ലെന്ന് സ്പോൺസർ തന്നെ പിന്നീട് അറിയിച്ചു. ജനം, കൊച്ചി.